ഇന്ന് നമ്മളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന റോളാണ് ചെയ്യുന്നത്. അതിനായിട്ട് നല്ല പഴുത്ത 3 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. പഴംപൊരിക്കൊക്കെ നമ്മൾ മുറിച്ചെടുക്കുന്നത് പോലെ നീളത്തിൽ മുറിക്കുക. ഇനി ഇതൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യോ വെളിച്ചെണ്ണ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിൽ എല്ലാം ഒന്ന് നീളത്തിൽ വെച്ച് കൊടുക്കുക. പഴുത്തത് കാരണം വേഗം തന്നെ കളറ് മാറി ഫ്രൈ ആയി വന്നോളും. അപ്പോൾ തിരിച്ചു മറിച്ചു ഒന്ന് ഇട്ടിട്ട് നമ്മൾ പഴം എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ ചെയ്യാം. 3 പഴം എടുത്തത് കാരണം 4 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി വെക്കുക. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒരു കപ്പ് തേങ്ങ ഒന്ന് ജസ്റ്റ് വാട്ടിയാൽ മതി. അങ്ങനെ കളറൊന്നും മാറി വരണ്ട. ഒന്ന് ചൂട് തട്ടിച്ചാൽ മതി, അതിൻ്റെ പച്ചപ്പൊന്നും മാറണ്ട. ഇനി അതിലേക്ക് നമ്മൾ ജാഗരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മധുരത്തിന് വേണ്ടത് മാത്രം ചേർത്താൽ മതി, അധികം വേണ്ട. പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് മധുരം കൂടുതലായിരിക്കും. ഇനി നമ്മളൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കുക. അതിനകത്ത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 നുള്ളു ഉപ്പ് ചേർക്കുക. പിന്നെ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1 നുള്ളു മഞ്ഞൾപ്പൊടി കളറിനും. പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം 1 കപ്പ് പാൽ എടുത്തിട്ട് നമ്മൾ നോക്കുക. ഇനി ആവശ്യമാണെങ്കിൽ 1/2 കപ്പും കൂടി എടുക്കുക. അപ്പോൾ 1.5 കപ്പ് പാലാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് അടിച്ച് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ അടിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ പഴം വാട്ടിയ എണ്ണേൻ്റെ ആ പാൻ ഉണ്ടാവുമല്ലോ, അതിലേക്ക് നമ്മൾ ഈ കൂട്ടൊന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പഴങ്ങളെല്ലാം ഒരു 4 എണ്ണം വീതം നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ശർക്കര വരട്ടിയിട്ടുള്ള തേങ്ങ അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ചേക്കുക. അതായത് ആ നടുക്കുള്ള കൂട്ടൊക്കെ ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് പാനിൽ ചെറുതായിട്ട്, അതായത് നമുക്ക് ചൂടുണ്ടാവും, അതുകൊണ്ട് നമ്മൾ ആ മറിച്ചിടുന്ന തവി കൊണ്ട് ഒന്ന് തട്ടി അത് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ബാച്ചും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ചെയ്തതിന് ശേഷം നമുക്ക് ഇത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ പഴമെല്ലാം നിരത്തി വെച്ച് കൊടുക്കുക. ശർക്കര ചേർത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി അതും ഒന്ന് മൂടി വെച്ചതിന് ശേഷം റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതും പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് ഞാൻ 4 പീസായിട്ട് ഇതിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പഴം നല്ല പഴുത്തത് നോക്കി എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടും അതുപോലെ നോമ്പ് തുറേൻ്റെ സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നല്ല റെസിപ്പീസുമായിട്ട് നാളെ കാണാം.